അനുമോളാണ് അടുത്തത് മോർണിംഗ് ആക്ടിവിറ്റി പറയാൻ വന്നത്. അപ്പോൾ ആദില അനുമോളെ മാത്രം ചവിട്ടി തേച്ച് കരിവാരി തേക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോയി. പക്ഷേ അനുമോൾ ആരെയും കുറിച്ചൊന്നും പറഞ്ഞില്ല. അനുമോളുടെ കാര്യം തന്നെ പറഞ്ഞു. അതാണ് ടാസ്ക് കൊടുത്തിരുന്നതും. അനുമോൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വേദനകൾ അനുഭവിച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ചൊക്കെ വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഹൗസിൽ 10-26 കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഒന്നിച്ച് പോകണമെന്ന് എനിക്കറിയാം. അവരുടെയൊക്കെ സ്വഭാവങ്ങളും രീതികളും പ്രവൃത്തികളൊക്കെ പല രീതിയിലാണെന്നൊക്കെ എനിക്കറിയാം. കാരണം ഞാൻ പല ആൾക്കാരുമായിട്ടും ഇടപഴകിയിട്ടുണ്ട്. അപ്പം പല ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്വഭാവം പല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് പ്രശ്നം നേരിടാനുള്ള ആ ഒരു മനോധൈര്യമുണ്ട്. ഇവിടെയും പല ആൾക്കാർക്ക് പല സ്വഭാവങ്ങളാണ്. നമ്മുടെ വീട് പോലാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ ഇവിടെ ഇല്ല. പക്ഷേ നമുക്കൊരു പ്രശ്നം ഇവിടെ വന്നാൽ ഇറങ്ങി ഓടാനും പറ്റില്ല. അതൊക്കെ എനിക്കറിയാം. അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോയത്. ഇവിടെ ഒരു ഫണ്ണായിട്ടൊക്കെ നിൽക്കണമെന്നാണ്. പക്ഷേ പിന്നീട് വഴക്കുകളും ഇതുമൊക്കെ ഇടേണ്ടി വന്ന് നമുക്ക് സന്തോഷിക്കുമ്പം ഇവിടെ ചിരിക്കും, കരയേണ്ടി വരുമ്പോൾ കരയും. അങ്ങനത്തെ രീതിയിൽ കൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോണത്. ഇനിയുള്ള ദിവസങ്ങളിലും നല്ല രീതിയിൽ തന്നെ ഒറ്റയ്ക്ക് തന്നെ എനിക്ക് മുന്നോട്ട് പോകണമെന്നാണ്. ഇനി ഒരു കൂട്ടും ഒരു ഫ്രണ്ട്ഷിപ്പും ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയ എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ രേഖയിലോട്ട് കഷ്ടപ്പാടിലോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഞാനും. എനിക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛനും അമ്മയും നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും തളരത്തില്ല. എന്തിനേയും ഞാൻ നേരിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അനുമോൾ പറഞ്ഞത്. ആദില നന്മ മരം ചമയുമായിരുന്നു.